ഞാൻ ഇന്നലെ എപ്പോഴാ വന്നത്? എന്നെ മോളെ കഷ്ടത്തിലാക്കാൻ തന്നെ സുഖേട്ടൻ തീരുമാനിച്ചു അല്ലേ? ഓർമ്മയുണ്ടോ? 3-4 പേര് പിടിച്ചോണ്ട് വന്ന് സുഖേട്ടന് വരാന്തേ കിടത്തായിരുന്നു. ഒച്ചയും ബഹളവും കേട്ട് വാതിൽ തുറന്ന് നോക്കിയപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. കുടിച്ചതാണെന്ന് പിന്നല്ലേ മനസ്സിലായത്. എവിടെ നിന്നിട്ട് സുഖേട്ടന് പുതിയ സ്വഭാവം? പുതിയതല്ല അല്ലേ? ഇനി ഇത് സ്ഥിരമാക്കിയാലോ എന്ന് ആലോചിക്കുക. തൽക്കാലത്തെ മനഃശാന്തിക്ക് മദ്യം നല്ല മരുന്നാ. സുഖേട്ടാ, സുഖേഷിനത് എന്ത് പറ്റി? രാത്രിയിൽ ഏതാണ്ടൊക്കെ പിച്ചും പേയും പറയുന്ന കേട്ടല്ലോ. കമ്പനിയെ പറ്റിച്ചു, ഇനിയും പറ്റിക്കുന്നൊക്കെ. നേരാ? അതെ, പർച്ചേസ് ചെയ്യാത്ത സിമെന്റിന്റെയും കമ്പിയുടെയും കള്ളബില്ലുണ്ടാക്കി കാശ് വെട്ടിച്ചു. കടം വീട്ടാൻ നീ നിന്റെ വീട്ടിൽ നിന്നും കാശ് കൊണ്ടുവരുന്നില്ലല്ലോ. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ കാശില്ലാത്ത വീട്ടിലാണെന്ന് സുഖേട്ടന് അറിയാവുന്നതല്ലേ? കാശില്ലാത്ത വീട്ടിലെ പെണ്ണായിട്ടാണോ നിന്റെ ഇപ്പോഴത്തെ ജീവിതം? ഓ, അപ്പൊ സുഖേട്ടന്റെ മനസ്സിൽ ഏതാണ്ടൊക്കെ ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ച നേരം. പണ്ടത്തെ സ്നേഹവും ഇഷ്ടമൊന്നും സുഖേട്ടന് ഇപ്പൊ എന്നോടില്ല. എന്നെ മോളെ വെറുത്തോളും. പക്ഷെ സുഖേട്ടൻ ഇതുപോലെ നശിക്കുന്ന എന്തിന്? എനിക്കത് കാണാനുള്ള ശക്തിയില്ല സുഖേട്ടൻ. ഞാനൊന്ന് കുടിച്ചത് വലിയ കുറ്റമായി നീ പറയുന്നത് എനിക്കിഷ്ടല്ല. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. സുഖേട്ടന് ശമ്പളം തരുന്ന കമ്പനിയെ അത് മാത്രം വേണ്ട സുഖേട്ടൻ. ഒന്നും സുഖേട്ടന്റെ എന്റെയോ കുറ്റമല്ല. ജോത്സ്യം പറഞ്ഞിരുന്നു, നമ്മുടെ രണ്ടാളുടെയും സമയം ഇപ്പൊ വളരെ മോശ. നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ സുഖേട്ട? സുഖേട്ടൻ അങ്ങനെ അനാഥനൊന്നുമല്ലല്ലോ. നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ സുഖേട്ടന്റെ അനുജനും കുടുംബവും ഒക്കെ അവിടെ സുഖമായിട്ട് കഴിയാ. ആ വീടും കടയും ഒക്കെ സുഖേട്ടനും കൂടി അവകാശപ്പെട്ടതല്ലേ? സുഖേട്ടനും മോളും ഞാനും ഇവിടെ വന്നിട്ട് മാസം എത്രയായിട്ടും ഒരാളെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? മോളെ പോലെ അവര് വെറുത്തില്ലേ? അമ്മയെങ്കിലും ഒന്ന് വരുമെന്ന് കരുതി. നമുക്ക് ആരുമില്ല സുഖേട്ട, ആരുമില്ല. അവിടേക്കിനി തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സുഖേട്ടന്റെ ഭാഗം ഇനി തന്നേക്കാൻ പറയുന്നതല്ലേ നല്ലത്. കമ്പനിയെ വഞ്ചിക്കുന്നതിന് നല്ലതല്ലേ അത്? തന്നെ സുഖേട്ട? ജിജി ചേച്ചിയുടെ ഭർത്താവാ. കൊടുക്കാനുള്ള കാശ് ഒത്തിരി പ്രാവശ്യം അവര് ചോദിച്ചു. കാറപകടം ഉണ്ടായപ്പോ ചെലവായില്ലേ? ഇതൊക്കെ എങ്ങനെ കൊടുക്കും എന്റെ ഈശ്വര? ഞാൻ പറഞ്ഞ വഴിയേ ഉള്ളൂ. ഏതായാലും സുഖേട്ടന ഡാനിയൽ സാറിനും സമാധാനിപ്പിച്ചു വിട്. ഞാൻ പറഞ്ഞു മടുത്തു. കാഞ്ചന വിവരങ്ങളൊക്കെ പറഞ്ഞു. കുറച്ചു ദിവസം കൂടെ ക്ഷമിച്ചേ പറ്റൂ. ഈ കുറച്ചു ദിവസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസാ? അത് പിന്നെ ഞങ്ങളുടെ തറവാടിന്റെ പാർട്ടീഷൻ കഴിയണം. ഇപ്പൊ എല്ലാം നോക്കി നടത്തുന്നത് അനുജനാണേ. അവനെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കുന്ന താമസേ ഉള്ളൂ. എന്താ അനുജൻ സമ്മതിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞ സമ്മതിപ്പിക്കാം. അത് വേണമെന്നില്ല. വേണമെന്നില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? ഇത് കാരണം എനിക്ക് എന്റെ കുടുംബസമാധാനം പോയി. ജിജി എന്നെ അവിടെ ഇരുത്തി പൊറപ്പിക്കണില്ല. നിങ്ങളുടെ അനിയനെ ഞാൻ ഇന്ന് കാണാം. അല്ല, ആദ്യം ഞാനൊന്ന്. ഇങ്ങനെയുള്ള കേസുകള് കുടുംബക്കാര് തമ്മി പറഞ്ഞ വഷളാവേ ഉള്ളൂ. ഒരു ഇടനിലക്കാരുണ്ടായ സംഗതി വളരെ എളുപ്പമായി. ഞാൻ വരാം, സുഖമായിട്ട് പാർട്ടീഷൻ കഴിച്ച് കൈതരാം. അത് അമ്മയ്ക്കൊക്കെ എന്ത് തോന്നുന്നുള്ളൊരു പേടി. ഇനി ഒന്നും പറയണ്ട, എന്റെ കൂടെ നിൽക്കുക. ബാക്കി ഞാൻ ചെയ്തോളാം. നിങ്ങളുടെ അനുജനെ പോലുള്ള എത്രയെത്ര ശിഷ്യന്മാരെ ദിവസേന മെരുക്കുന്നവനായി ഞാൻ. ഇത്രയൊന്നും ആലോചിക്കാനൊന്നുമില്ലെന്നേ. ഒക്കെ ഞാൻ ശരിയാക്കി തരാം. അല്പം പേഴ്സണലായിട്ടൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ എഞ്ചിനീയർ ഒന്നും അല്ലേ? നീ പോളിടെക്നിക്ക് പഠിച്ച? മനസ്സിലായി, എല്ലാം ഞാൻ അറിഞ്ഞു. മേസ്തിരി? ഞാൻ JK കൺസ്ട്രക്ഷൻ സൂപ്പർ. കുഴപ്പമില്ല. ഞാനിപ്പോ തൽക്കാലം പാർട്ടീഷന്റെ കാര്യം പറഞ്ഞ് ജിജിയെ സമാധാനിപ്പിച്ചിട്ടാം. അതുവരെ മേസ്തിരി ഇവിടെ സമാധാനം. മേസ്തിരി അല്ല ഞാൻ.
ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ മരിച്ചോന്നറിയാനോ? നീ ഇങ്ങനെ ചെയ്യുമെന്ന് അമ്മ വിചാരിച്ചില്ല മോനെ. നിനക്കറിഞ്ഞൂടാ, അന്ന് ഇറങ്ങിപ്പോകുമ്പോ നീ എന്നോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എന്റെ നെഞ്ചി കിടന്ന് പുകയ്യ. എന്റെ 2 മക്കളെ ഞാൻ 2 തട്ടി നിർത്തിയല്ലേ? നീ ഇത്രയ്ക്ക് ദുഷ്ടനായത് എപ്പോഴാടാ? അതിനുശേഷം എന്നും രാത്രി കരഞ്ഞു കരഞ്ഞാ ഞാൻ ഉറങ്ങുന്നത്. അപ്പൊ വഴക്കുണ്ടാക്കി വീട് വിട്ടിറങ്ങിയതാണല്ലേ? അത് പോട്ടെ, വർത്താനം പറഞ്ഞ് നേരം കളയാണ്ട് ഭാഗത്തിന്റെ കാര്യം പെട്ടെന്ന് പറഞ്ഞേക്ക്. ദിവ്യമോക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. അവളെ നിനക്കൊന്ന് കൊണ്ടുവരായിരുന്നില്ലേ? നീ പരീക്ഷ എഴുതിയോ? വല്യേട്ടൻ ഞങ്ങളൊന്നും മറന്നിട്ടില്ലല്ലേ? ഉറങ്ങിക്കിടന്ന ആ കൊച്ചിനെയും കൊണ്ടാണ് നീ പടിയിറങ്ങി പോയത്. പാവം കുട്ടി. അത്ര സ്നേഹമുള്ളവരായിരുന്നെങ്കിൽ ആരും എന്തേ അങ്ങോട്ടൊന്നും വന്നില്ല? ഞാനിവിടെ ഇറങ്ങിപ്പോയപ്പോ പടിയടച്ച് പിണ്ടം വെച്ചോ? സുഖു, ഞങ്ങളെ ജാതിന്ന് പുറത്താക്കിയോ? അമ്മേ, അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു സാധനമല്ല ഈ ബന്ധവും സ്നേഹമൊക്കെ. നിങ്ങളുടെ ആരുടെ സ്നേഹം ഞങ്ങൾക്കിനി വേണ്ട. പുകഞ്ഞ ഉള്ളി പുറത്തുതന്നെ നിൽക്കട്ടെ. അപ്പോ നമ്മൾ വന്ന കാര്യം പറയാൻ ഇനിയും വൈകണോ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ പലതുണ്ട്. അതെ, അത് വളരെ സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ക്ലാസ് പോലും ഉപേക്ഷിച്ചിട്ട് ഇദ്ദേഹത്തിന് കൂടെ വന്നത്. അച്ഛൻ മരിച്ചിട്ട് 6 കൊല്ലായി. ഞാനാണ് ഇവിടുത്തെ മൂത്തയാളെന്നുള്ള പദവി അമ്മ എപ്പോഴും എനിക്ക് തരാറുണ്ടല്ലോ. പക്ഷേ ഇക്കാലം വരെ ആ പലചരക്ക് കടയുടെ വരവ് ചെലവ് കണക്ക് എന്നെ കാണിച്ചിട്ടുണ്ടോ? അതെ, അച്ഛൻ ഉണ്ടാക്കിയതാ. ഇവനും എന്റെ ഭാര്യയ്ക്ക് മാത്രം വിഴുങ്ങാനുള്ളതല്ല. ഓ, കണക്ക് ചോദിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണല്ലേ? അല്ല, ഈ വീടിന്റെയും കടയുടെയും ഷെയർ തന്ന് എന്നെ ഒഴിവാക്കി തരണം എന്ന് പറയാൻ പുറപ്പെട്ടതാണ്. സുഖു, അപ്പോ 6 കൊല്ലായിട്ട് നിങ്ങൾ കണക്ക് കാണിക്കാറില്ല അല്ലേ? ഏയ് മിസ്റ്റർ, അത് വളരെ തെറ്റാണ്. എവിടെയാണ് ഈ കട? അത് പോട്ടെ, അച്ഛൻ മരിക്കുമ്പോ കടയിൽ എത്ര രൂപയുടെ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം സെയിൽ ടാക്സ് എത്ര രൂപ കൊടുത്തു? ഈ വീട്ടിലേക്ക് എടുക്കുന്ന സാധനങ്ങളെ കണക്ക് എഴുതി വെക്കാറുണ്ടോ? അരി എവിടെ നിൽക്കണു? പഞ്ചാബിന്നോ അല്ല ബോംബെന്നോ കൽക്കട്ടയെന്നോ? നിങ്ങൾ പേഴ്സണലായിട്ട് ചെലവാക്കുന്ന കാശുകൾ എഴുതി വെക്കാറുണ്ടോ? ഉദാഹരണത്തിന് ഭാര്യയ്ക്കൊരു സാരി കൊടുത്തു, അല്ലെങ്കിൽ അമ്മായച്ചിനും അമ്മായിമേനും കാണാൻ പോകുമ്പോൾ ഇവിടുന്ന് കുറെ സാധനം കെട്ടി പറിക്കാൻ കൊണ്ടുപോയി. അതുകൊണ്ട് ചോദിച്ചതാ. താനാരാ? ഞാൻ ആരാണെന്ന് താൻ അറിയേണ്ട കാര്യമില്ല, പക്ഷെ താൻ ആരാണെന്നുള്ളത് ഞാൻ അറിയേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് കണക്കെടുക്കടാ. എന്റെ സുഹൃത്തിനെ നീ തല്ലിയല്ലേ? ഇയാളെ തല്ലിയത് എന്നെ തല്ലിയതിന് തുല്യമാണ്. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. ഈ വീട് ഞാൻ കുളം തോണ്ടും. എന്റെ ശിഷ്യന്മാരെ കൊണ്ടുവന്ന് എല്ലാത്തിനും 14 പീസാക്കും. ഡാനിയൽ സാർ, സാർ, ഇതെന്താണ് പോലീസ് ഇവിടെ? ഇതാണ് സാർ പുള്ളി. മിസ്റ്റർ സുകുമാരൻ, അതെ. JK കൺസ്ട്രക്ഷനിലെ അതെന്താണ് സാർ? ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. എന്തിനാണ് സാർ? പ്രതീക്ഷിച്ചില്ല അല്ലേ? മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിൽ നിങ്ങൾ കമ്പനിയെ വെട്ടിച്ചതിന്. കമാൺ. സാർ, എന്റെ ഭാര്യയും കുഞ്ഞും. പറഞ്ഞിട്ട് വന്നോളൂ, വൈകരുത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നിന്റെ ജോത്സ്യം പറഞ്ഞിരുന്നു. സുഖേട്ട, ദിവ്യമോള് സ്കൂൾ വിട്ട് വരുന്നതിന് മുമ്പ് ഞാൻ പോവാം. അച്ഛനെ പോലീസ് കൊണ്ടുപോകുന്നത് ആ കുട്ടി കാണണ്ട.
മേസ്തിരിമാരും ഒറ്റ കൊടുത്തതാണ്. MD എഞ്ചിനീയറും വന്ന് മെറ്റീരിയൽസ് ചെക്ക് ചെയ്തു. MD എന്നെ പിടിയെ തല്ലുകയും ചെയ്തു. കള്ളവില്ലുണ്ടാക്കി കാശ് തട്ടിയെന്നും പറഞ്ഞ് വഞ്ചന കുറ്റത്തിന് ഇയാളും പൊക്കി.